ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു നെല്ലിക്ക ലേഹ്യം തയ്യാറാക്കിയാലോ. ഞാൻ ഹണി നെല്ലിക്ക ലേഹ്യം കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി ഉണ്ടാകാനായിട്ടും ഓർമ്മക്കുറവ് പരിഹരിക്കാനായിട്ടും രക്തക്കുറവ് പരിഹരിക്കാനും ദഹന പ്രശ്നങ്ങളെല്ലാം മാറാനായിട്ടും അതുപോലെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നല്ല വിശപ്പുണ്ടാവാനായിട്ടും ഒക്കെ ഒത്തിരി നല്ലതാണ്. ആർത്തവ പ്രശ്നങ്ങൾ മാറാനായിട്ട് മുടികൊഴിച്ചിൽ മാറാനും മുടിയുടെ ആരോഗ്യത്തിനും സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ ഈ ഒരു ലേഹ്യം നമ്മളെ സഹായിക്കും. ആദ്യം നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ചെറിയ കഷ്ണം ചുക്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു സ്പൂൺ അളവിൽ ജീരകം, അതായത് ചെറിയ ജീരകവും അതുപോലെ പെരുംജീരകവും, ഇനിയിപ്പം 4 ഗ്രാമ്പു, 4 ഏലയ്ക്ക, ഇതെല്ലാം നന്നായിട്ട് കഴുകി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അതൊന്ന് പൊടിച്ച് മാറ്റി വെച്ചേക്കുക. ഞാനിനി അടുത്തായിട്ട് എടുത്തിരിക്കുന്ന കരിപ്പട്ടിയാണ്. കരിപ്പട്ടി ചക്കര ഒരു 1/4 കിലോ എടുത്തിട്ടുണ്ട്. ഇനി ഒരു 15 നെല്ലിക്ക നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ട് ആ വെള്ളത്തോടു കൂടി തന്നെ കുരു കളഞ്ഞ് അരച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കരിപ്പട്ടി ഒന്ന് ഉരുക്കിയെടുക്കാം. കരിപ്പട്ടി നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്തിട്ട് അതൊന്ന് അരിച്ചെടുക്കുക. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഒരു ചീൻചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളാണെങ്കിൽ കരിപ്പട്ടി ചക്കര ഉരുക്കിയത് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത്തിരി ഒന്ന് വെള്ളം വറ്റി വരുന്ന സമയത്ത് നമുക്ക് ആദ്യം 1 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിന് മൊത്തത്തിൽ 2 സ്പൂൺ അളവിൽ നെയ്യ് വേണം. ആദ്യം 1 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക. ഒന്നുകൂടി കുറുകി വരുമ്പോഴത്തേനും നമുക്ക് 1 സ്പൂൺ അളവിൽ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന സ്പൈസസ് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലോട്ട് 1 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി വെള്ളം മുഴുവനായിട്ട് വറ്റിച്ചെടുത്തതിന് ശേഷം നമുക്കാണെങ്കിൽ ഇത് ചൂടാറിയതിന് ശേഷം ഒരു ഗ്ലാസ് ജാറിൽ അടച്ച് സൂക്ഷിക്കാം. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഡെയിലി 1 സ്പൂൺ കഴിച്ചാൽ മതി. നല്ല റിസൾട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ. ബൈ, സീ യു.